സസ്റ്റൈനബിലിറ്റി പ്രാക്ടീസ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാല് ബേസിക് കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഹാബിറ്റ്, മെത്തേഡ് ഫോർ ഇൻക്രീസിങ് എനർജി എഫിഷ്യൻസി ഓഫ് ബിൽഡിങ്സ്, ഗ്രീൻ എഞ്ചിനീയറിംഗ്, സസ്റ്റൈനബിൾ അർബനൈസേഷൻ, സസ്റ്റൈനബിൾ സിറ്റീസ്, സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇപ്പം ഒരുപാട് നമ്മൾ സസ്റ്റൈനബിലിറ്റിന്റെ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്ത് അതിൽ വരുന്ന കുറെ ടെക്നോളജീസ് ഡിസ്കസ് ചെയ്ത് അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഹാബിറ്റൽ എന്നുള്ളതാണ് ഈ ഒരു മോഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ബേസിക് കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി ഹാബിറ്റ്സ്. നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ സുസ്ഥിരമായ നമ്മുടെ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് എന്താന്ന് പറയുന്നതാണ് ഇതിനകത്തേക്ക്. The basic definition of a sustainability is the capacity to maintain a process or state of being into perpetuity, the state of continuity for a long time without exposing the resource upon which it depends, nor degrading the environment in which it operates. So നമുക്കറിയാവുന്നതാണ് ഡെഫിനിഷൻ. അതായത് സസ്റ്റൈനബിലിറ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതെന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദി കപ്പാസിറ്റി ടു എൻഡ്യൂർ, അതായത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്തു പോവുക, നമ്മളെ ഉള്ള റിസോഴ്സ് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക, എൻവറോൺമെന്റിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുക, റിസോഴ്സിനെ യൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് ലിവിങ് ആണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ദി ഗ്ലോബൽ എനർജി scenario has undergone a drastic change into last 2 decades. അതായത് ഗ്ലോബലി ഒരുപാട് ഡിഫറൻസ് 10-20 വർഷം കൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ. It estimates that a building, their construction, operations and maintenance demand almost 2/3 of the global energy demand, and this is expected to grow still higher. അപ്പം ഇപ്പൊ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എടുക്കുന്ന ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ ഓപ്പറേഷൻസ്, അതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ഗ്ലോബൽ എനർജീന്റെ ഒരു 1/2 ഭാഗവും ഗ്ലോബൽ എനർജി യൂസ് ചെയ്തിട്ടാണ് ഗ്ലോബൽ എനർജി യൂസ് ചെയ്യുന്നത് ശരിക്കും ഇതിനു വേണ്ടിയിട്ടാണ്. അത് എന്തായാലും നമുക്കറിയാം, പുതിയ പുതിയ ബിൽഡിങ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കെട്ടിക്കൊണ്ടിരിക്കും. കാരണം ഡെവലപ്മെന്റിന് നമ്മളെ ഡെവലപ്മെന്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഓരോ ദിവസം കഴിയും തോറും ഡെവലപ്മെന്റിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടാവും, ബിൽഡിങ്സിന്റെ എണ്ണം ഓട്ടോമാറ്റിക്കലി കൂടിക്കൊണ്ടിരിക്കും. In India, commercially and residential building account for more than 30% of country total electricity consumption. അതായത് ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ എന്താണ്, കൊമേഴ്ഷ്യലി ആൻഡ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അതായത് നമ്മളെ ഇന്ത്യയിലുള്ള ഇലക്ട്രിസിറ്റിന്റെ 30% യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലൊക്കെ. കാരണം പണ്ട് എന്താണ്, ഒരു ഏരിയയില് കുറച്ച് ഏരിയയില് 2 വീടാണെങ്കിൽ ഇപ്പൊ അതേ സ്ഥാനത്ത് എന്താണ്, അതേ ഏരിയയിൽ ഒരു 10 വീട് യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇലക്ട്രിസിറ്റി കൺസപ്ഷനും കൂടി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എനർജി എഫിഷ്യൻസ് ബിൽഡിംഗ് ആൻഡ് യൂട്ടിലിറ്റി സിസ്റ്റം ഓൺ അതർ ഹാൻഡ് ക്യാൻ റെഡ്യൂസ് എ എനർജി ഡിമാൻഡ് ബൈ എ മച്ച് 40%. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള എനർജി കൺസപ്ഷൻ കുറക്കാനാണ് നമ്മുടെ ലക്ഷ്യം. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി ഡിമാൻഡും കുറക്കണം. അപ്പൊ അതിനു വേണ്ടി എനർജി എസെൻഷ്യൽ ബിൽഡിങ് ആൻഡ് യൂട്ടിലിറ്റി സിസ്റ്റം നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ
കൊണ്ടുവരികയാണെങ്കിൽ നമ്മളെ എനർജി ഡിമാൻഡ് 40% കുറക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. Such a building have a more energy footprints as they used efficiently building envelopes and system that let in more natural light, integrated nature cooling system with the conventional air conditioner system, and use a renewable source of energy to reduce the depends on the conventional sources. അപ്പോൾ ഇത്തരത്തിലുള്ള എനർജി എഫിഷ്യന്റ് ബിൽഡിംഗ് വരികയാണെങ്കിൽ എന്തായിരിക്കണം, നമ്മളെ എനർജി കുറച്ചുകൂടി എഫിഷ്യന്റ് ആയി യൂസ് ചെയ്യാൻ പറ്റും. അതായത് എനർജി എഫിഷ്യന്റ് ബിൽഡിംഗ് വരുമ്പോൾ നമ്മൾ എപ്പോഴും ലൈറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം എന്താണ്, സൺലൈറ്റ് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരാം. അതായത് ഈ ഇന്റഗ്രൽ ജനറേറ്റഡ് കൂളിംഗ് എല്ലാം നമുക്കറിയാം, എല്ലാ ജനലും അടച്ചുപൂട്ടി AC ഇടുന്നതിലും നല്ലതാണ് തുറന്ന് അത് നല്ലതാണെന്ന ഈ ജനലും വാതിലെല്ലാം തുറന്നിടുന്നത്. അപ്പം അങ്ങനെ ഒരു നാച്ചുറൽ കൂളിംഗ്, കൺവെൻഷണൽ എയർ കണ്ടീഷനിങ്, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി സോഴ്സ് ഡിപ്പെൻഡൻസ്. ഇതാരാ എടുത്തിട്ടില്ലല്ലോ? എടുത്തിട്ടില്ല. എടുത്തിട്ടുണ്ടോ പോകാനാ? നിശാക ആകാശ് നോക്കട്ടെ. നിശാക ഇടിയുണ്ട്. അറ്റൻഡൻസ് എടുത്തിനില്ല. അപ്പം പറഞ്ഞോണ്ടിരുന്ന സബ്ജക്ട് എങ്ങനെയായി? സബ്ജക്ട് എങ്ങനെയായി? ഇനിയിപ്പൊ ഞാൻ എന്താക്കാനാ? ചില്ലായിട്ട് ക്ലാസ് എടുക്കണം. അതിനൊരു കാര്യം ചെയ്യാം. അങ്ങനെ ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് പിന്നെ ഇതായിട്ട് തരാം, സെമിനാറായിട്ട് ഓരോ ആൾ എടുത്തോ. ഓരോ ടോപ്പിക് ഓരോ ആൾക്കെടുത്തോ. ആദ്യത്തെ ടോപ്പിക് അമിത്തിന് തരാം. നാളത്തെ ടോപ്പിക് ഞാൻ അമിത്തിന് തരാം. ഓക്കെ, മാർക്കും വേണം ഇന്റേണല്. അത് നോക്കാം. നോക്കാനല്ല, അതെന്ന് പറയണോ? ഓരോന്നും അല്ലെങ്കിലും മാർക്ക് ഉണ്ടല്ലോ. അസൈൻമെന്റിനും മറ്റേതിനെല്ലാം മാർക്ക് ഉണ്ടല്ലോ, നോക്കി എഴുതുന്നേ ഉള്ളൂ. അപ്പൊ മിസ്സിന്റെ ശമ്പളം കണക്ക് രമേശ്? അല്ല, മിസ് ക്ലാസ് എടുക്കുന്നില്ലല്ലോ. എന്തായാലും എന്നെ ക്ലാസ് എടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ എന്തായാലും ഞാൻ എടുക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞത് റിന്യൂവബിൾ സോഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പം ഇങ്ങനെ റിന്യൂവബിൾ സോഴ്സ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് കൺവെൻഷണൽ സോഴ്സിനുള്ള ഡിപ്പെൻഡൻസ് കുറക്കുക. ഇപ്പം ഒരു ബിൽഡിംഗ് എടുത്ത് ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മേലെ തന്നെ നിലയിൽ എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ പഠിച്ച നമ്മളെ സോളാർ എനർജി യൂസ് ചെയ്ത് സോളാർ പാനൽ ഘടിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. പല കാര്യങ്ങൾക്ക് അത് യൂസ് ചെയ്യാനും പറ്റും. നമ്മൾ സോളാർ എനർജിനെ അതിൻ്റെ അകത്ത് കുറെ സോളാർ എനർജി കൊണ്ടുള്ള യൂസേജ്, ആ സോളാർ എനർജി എന്ന് പറയുന്ന ടോപ്പിക് പറഞ്ഞേരം പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ കുറെ. അപ്പൊ അത്രയും എന്തായി, നമുക്ക് എനർജി ഡിമാൻഡ്, നമുക്ക് കൺവെൻഷണൽ സോഴ്സിനുള്ള ഡിപ്പെൻഡൻസ് കുറഞ്ഞു. ഇതാണ് എനർജി എഫിഷ്യന്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത്, എ സസ്റ്റൈനബിൾ ഹാബിറ്റ് ഈസ് ആൻ എക്കോസിസ്റ്റം ദാറ്റ് പ്രൊഡ്യൂസ് എ ഫുഡ് ആൻഡ് ഷെൽട്ടർ ഫോർ പീപ്പിൾ ആൻഡ് അതർ ഓർഗാനിസം വിത്തൗട്ട് റിസോഴ്സ് depletion and in such a way that no external waste is produced, which minimizing energy footprint. അപ്പം സസ്റ്റൈനബിൾ ഹാബിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഇറ്റ് ഈസ് an ecosystem that produces food and shelter for other organisms. അതായത്
എല്ലാവർക്കും, മനുഷ്യർക്കും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്കുള്ള ഫുഡും ഷെൽട്ടറും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഹാബിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എൻവറോൺമെന്റിന് എന്ത് ചെയ്യാൻ പാടില്ല? യാതൊരു വിധത്തിലും എൻവറോൺമെന്റിനെ ഒരു തരത്തിലും നശിപ്പിക്കാൻ പാടില്ല. നമ്മുടെ റിസോഴ്സിനെ മാക്സിമം ആയി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് സച്ച് എ വേ ദാറ്റ് നോ എക്സ്റ്റേണൽ വേസ്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതുപോലെ തന്നെ സീറോ വേസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിരുന്നു, എന്ത് ടെക്നോളജി കൊണ്ടുവരുമ്പോഴും നമ്മളെ എൻഡ് പൈപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം എന്ത് യൂസ് ചെയ്യുക? ഫ്രണ്ട് എൻഡ് യൂസ് ചെയ്യുക. തുടക്കത്തിലെ പൊല്യൂഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മൾ ടെക്നോളജീനെ വളർത്തുക. സോ അത് തന്നെയാണ് പറയുന്നത് എക്സ്റ്റേണൽ വേസ്റ്റ് നോ പ്രൊഡ്യൂസ്. ആ ഒരു രീതിയിലേക്ക് വരുന്നതിനെയാണ് സസ്റ്റൈനബിൾ ഹാബിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ thus sustainable home is one that is an environmental friendly but from a recycling material and runs on a renewable energy source. അപ്പോൾ സസ്റ്റൈനബിൾ ഹോം എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത് പറയാൻ പോകുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഹോമിനെ പറ്റിയിട്ടാണ്. നമ്മളെ ഈ ഒരു ടെക്നോളജി ഒക്കെ വെച്ച് നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഒരു വീട് നിർമ്മിക്കുക എന്ന നിലയിലേക്ക് മാറുന്നത്. അതായത് നമ്മളെ കൺസെപ്റ്റ് ദ സസ്റ്റൈനബിൾ ഹോം ഈസ് വൺ ദാറ്റ് ഈസ് എ എൻവറോൺമെന്റലി ഫ്രണ്ട്ലി. പരിസ്ഥിതിക്ക് അനുയോജ്യമായിരിക്കണം. അത് ബിൽഡ് ഫ്രം റീസൈക്ലിംഗ് മെറ്റീരിയൽ. റീസൈക്ലിംഗ് ചെയ്യുന്ന മെറ്റീരിയൽ കൊണ്ടുവേണം നമ്മൾ വീടുണ്ടാക്കുന്നത്. ആൻഡ് റൺസ് ഓൺ എ റിന്യൂവബിൾ എനർജി സോഴ്സ്. അതുപോലെ എനർജി ഡിമാൻഡ് എന്തിലായിരിക്കണം? റിന്യൂവബിൾ എനർജി സോഴ്സുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ കൺവെൻഷണൽ സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതാ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സച്ച് എ സസ്റ്റൈനബിൾ ഹാബിറ്റ് മേ ഇൻവോൾവ് എ നാച്ചുറലി ഓർ ബി എ പ്രൊഡ്യൂസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എ മാൻ. അപ്പൊ ഇങ്ങനെ ഒരു എൻവറോൺമെന്റ് ഒന്നുകിൽ നാച്ചുറൽ ഇവോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ആരുണ്ടാക്കണം? നമ്മളത് ഉണ്ടാക്കണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഉണ്ടാക്കിയേ നിവൃത്തിയുള്ളൂ. കാരണം സസ്റ്റൈനബിലിറ്റിയുടെ തുടക്കത്തിൽ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ അതിന്റെ ഹിസ്റ്ററി പഠിച്ചു. ആദ്യം എന്തായിരുന്നു? ആദ്യം മനുഷ്യൻ കല്ല് ഉപയോഗിച്ച്, പിന്നെ അത് ആയുധങ്ങളിലേക്ക് മാറി, പിന്നെ ഫുഡ്, പിന്നെ മെഷീൻസ്, അങ്ങനെ ഓരോരോ ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഡെവലപ്മെന്റും മനുഷ്യന്റെ ടെക്നോളജിയിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടിയാണ്. A sustainable habit that is created and designed by a human intelligence will mimic nature if it is to be successful. Everything within it is connected to complex array of organism, physical resource and function. അപ്പോൾ ഒരു സസ്റ്റൈനബിൾ ഹാബിറ്റ് ആക്ട് അത് നമ്മൾ ഹ്യൂമൻ ഇന്റലിജൻസ് കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ സക്സസ് ആണ്. അല്ല ഹ്യൂമൻ ഇന്റലിജൻസ് കൊണ്ട് നാച്ചുറിനെ പോലെ തന്നെ മിമിക് ചെയ്യുന്ന ഒരു എൻവറോൺമെന്റ് അല്ലെങ്കിൽ ഹാബിറ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ ആ ഒരു ഹാബിറ്റ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ ജീവജാലങ്ങളും തമ്മിൽ എന്തായിരിക്കും? ഇന്റർ കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, സോ അവിടെ എന്തുണ്ടായിരിക്കില്ല? പൊല്യൂഷൻ ഉണ്ടായില്ല. കാര്യം എവറിത്തിങ് ഈസ് എ കണക്റ്റഡ് ആൻഡ് ഇറ്റ് വിൽ ബി മിമിക് ദി നേച്ചർ. അപ്പോഴേക്കും അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ടെക്നോളജിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നന്നായി റിസോഴ്സിനെ എഫിഷ്യന്റ് ആയി യൂസ് ചെയ്യാനും പറ്റും. സോ അതാണ് സസ്റ്റൈനബിൾ ഹോം എന്ന രീതി പറയുന്നത്. നെക്സ്റ്റ്, the term sustainable habit often refers to a sustainable human habit which is typically involve some form of a green building or environmental planning. അപ്പം ഒരു സസ്റ്റൈനബിൾ ഹാബിറ്റ് എന്ന് പറയുന്ന ടേം തന്നെ എന്തുകൂടി വരുന്നുണ്ട്? ഗ്രീൻ ബിൽഡിങ്, എൻവറോൺമെന്റൽ പ്ലാനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റും വരുന്നുണ്ട്. സോ ആ കൺസെപ്റ്റ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക്
പഠിക്കാനുണ്ട്. In increasing such a sustainable habits, environmental scientists, designers, engineers, and architects must consider no element as a waste product to be disposed of somewhere of site, but a nutrient stream for another process to feed on. അപ്പം ഈ സസ്റ്റൈനബിൾ ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് അതിലെന്തായിരിക്കണം, എല്ലാവരും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എൻവറോൺമെന്റ് സയന്റിസ്റ്റ് ആയിക്കോട്ടെ, എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, ഡിസൈനേഴ്സ് ആയിക്കോട്ടെ, ആർക്കിടെക്ചേഴ്സ് ആയിക്കോട്ടെ, ആരായാലും അവർക്ക് ഒരു എലമെന്റ് വേസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയാനില്ല. അതിൽ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ എന്തായിരിക്കണം, മറ്റേതെങ്കിലും ഒരു പ്രോസസ്സിന് വേണ്ടി ചെയ്തിട്ടുള്ളതായിരിക്കണം. അവിടെ എന്തുണ്ടാകാൻ പാടില്ല, വേസ്റ്റ് പ്രൊഡക്ഷൻ ഇല്ല. നോ എലമെന്റ് ആസ് എ വേസ്റ്റ് പ്രൊഡക്ഷൻ ടു ബി ഡിസ്പോസ്ഡ് ഓഫ് എ സംവെയർ ഓഫ് സൈറ്റ്, ബട്ട് ആൻ ന്യൂട്രിയന്റ് സ്റ്റീം ഫോർ അനദർ പ്രോസസ് ടു ഫീഡ് ഓൺ. ഏതൊരു സാധനമായാലും യൂസ് ചെയ്യുമ്പോൾ അത് മറ്റൊന്നിനു കൂടി ഉപകരിക്കുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ സീറോ വേസ്റ്റ് എന്ന കൺസെപ്റ്റ് ആണ് സസ്റ്റൈനബിൾ ഹാബിറ്റിലേക്ക് വരുന്നത്. സോ researching way to interconnect waste stream to production creates a more sustainable society by minimizing pollution. ഇത്തരത്തിലുള്ള ഒന്ന് മറ്റൊന്നിന്റെ മെറ്റീരിയലായി മാറുന്ന ഈ രീതിയിലേക്ക് റിസർച്ച് പോകുമ്പോഴേക്കും, ഇത്തരം വഴികൾ കണ്ടുപിടിക്കുമ്പോഴേക്കും എന്താവും, ഒരു വേസ്റ്റ് മറ്റൊന്നിനെ കണക്ട് ചെയ്ത് മറ്റൊന്നിന്റെ പ്രൊഡക്റ്റായി മാറുകയാണ്. അത് എന്തായാലും അത് എന്താക്കും, ക്രിയേറ്റ് എ മോർ സസ്റ്റൈനബിൾ സൊസൈറ്റി, ഒരു നല്ല സൊസൈറ്റി ഉണ്ടാക്കും, ഒരു നല്ല സിറ്റിയിലേക്ക് മാറുകയാണ്. ബൈ മിനിമൈസിങ് പൊല്യൂഷൻ ഉണ്ടാവാത്ത ഒരു സസ്റ്റൈനബിൾ സൊസൈറ്റീനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ സസ്റ്റൈനബിൾ ഹാബിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഹാബിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫിഗർ ആണ് കാണുന്നത്. അതിന് ബേസിക് പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഹാബിറ്റ്, അതായത് സസ്റ്റൈനബിൾ ഹാബിറ്റിന്റെ ബേസിക് പില്ലേഴ്സ് എന്ന് പറയുന്നത് എഫേർട്ടബിലിറ്റി, നാച്ചുറൽ എൻവറോൺമെന്റ്, ബിൽഡ് എൻവറോൺമെന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് സസ്റ്റൈനബിൾ ഹാബിറ്റ് എന്ന കൺസെപ്റ്റ് കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, സോ സസ്റ്റൈനബിൾ ഹാബിറ്റ് കംപ്ലീറ്റ് ആകുന്നത് 3 പില്ലേഴ്സ് ആണ്: നാച്ചുറൽ എൻവറോൺമെന്റ്, ബിൽഡ് എൻവറോൺമെന്റ്, എഫേർട്ടബിലിറ്റി. സോ നാച്ചുറൽ എൻവറോൺമെന്റ് എന്തായിരിക്കണം, സസ്റ്റൈനബിൾ ഹാബിറ്റ് എന്ന കൺസെപ്റ്റ് വന്നതുകൊണ്ട് നാച്ചുറൽ എൻവറോൺമെന്റ് ഉണ്ടാവരുത്. അതായത് മെയിൻ തിങ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് മെയിൻ തിങ് എന്ന് പറയുന്നത് ബിൽഡ് എൻവറോൺമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുന്ന എൻവറോൺമെന്റ് ഒരിക്കലും നാച്ചുറൽ എൻവറോൺമെന്റിനെ എന്താക്കാൻ പാടില്ല, നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാൻ പാടില്ല. അത് ഇതിന്റെ കൂടെ തന്നെ മുന്നോട്ട് പോവുകയും വേണം. അത് ഇതുമായി കണക്ട് ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി എ അഫോർഡബിൾ. അവിടെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ലൈഫ് ബിൽഡ് എൻവറോൺമെന്റ് നയിക്കാൻ പറ്റും എന്ന രീതിയിലേക്ക് വരുമ്പോഴേക്കും അത് ഒരിക്കലും പോസിബിൾ അല്ല. എന്തുണ്ടെങ്കിലും അത് നമ്മുടെ നമുക്ക് എഫേർട്ടബിൾ ആയിരിക്കണം. അത് എഫേർട്ടബിൾ ആയിട്ടുള്ള റേറ്റിലേക്ക് വരണം. അതാണ് ഒരു കംപ്ലീറ്റ് സസ്റ്റൈനബിൾ ഹാബിറ്റ് എന്ന് പറയുന്നത്. പറയുന്നത് ഡിസൈനിങ് എ സസ്റ്റൈനബിൾ ഹാബിറ്റ് ഈസ് എ മാറ്റർ ഓഫ് കീപ്പിംഗ് 2 goals in mind. One is to be incorporate design concept and material that minimizing resource use, maximizing energy and water efficiency, eliminate exposure to toxic chemicals, and prioritize human health and safety throughout the construction process. The second is to identify way and means such that
such that the building and living can actually help protect the environment through practice that restore the nature in specific and meaningful way. അപ്പോൾ സസ്റ്റൈനബിൾ ഹാബിറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ഗോൾസ് ആണ് ഉണ്ടാകുക. ഒന്ന് എന്ന് പറയുന്നത് ഇൻകോപ്പറേറ്റ് ഡിസൈൻ ആൻഡ് മെറ്റീരിയൽസ്. നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു കൺസെപ്റ്റും നമ്മുടെ റിസോഴ്സിന് ഏറ്റവും മിനിമം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ളതായിരിക്കണം. നമ്മുടെ എനർജി മാക്സിമം നമുക്ക് എനർജി മാക്സിമം കിട്ടുന്നതായിരിക്കണം. പക്ഷെ റിസോഴ്സ് കുറവായിരിക്കണം. വാട്ടറിന്റെ യൂസേജ് ഏറ്റവും എഫിഷ്യന്റ് ആയി പോകണം. നമ്മളെ ടോക്സിക് കെമിക്കൽസിനെ എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്പോസ് ചെയ്യാൻ പാടില്ല. ഹ്യൂമൻ ഹെൽത്തിനും സേഫ്റ്റിക്കും പ്രയോറിറ്റി കൊടുക്കണം ഡ്യൂറിങ് ത്രൂ ഔട്ട് ദി കൺസ്ട്രക്ഷൻ പ്രോസസ്. അപ്പൊ ആ ഒരു ഡിസൈൻ നടക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് ഗോളായിട്ട് നിൽക്കുകയാണ്. പിന്നെ സെക്കൻഡ് ഗോൾ എന്ന് പറയുന്നത് നമ്മൾ നിർമ്മിക്കുന്ന ബിൽഡിങ്ങും അതിലുള്ള ജീവിതവും എന്ത് ചെയ്തിരിക്കണം, എൻവറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ പോകണം. ത്രൂ എ പ്രാക്ടീസ് ദാറ്റ് റീസ്റ്റോർ ദി നാച്ചുറൽ ഇൻ സ്പെസിഫിക് ആൻഡ് മീനിങ് വേസ്. നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയി നിർമ്മിക്കുകയാണെങ്കിൽ അത് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം. അതിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യും, അതായത് അതിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ അത് നമ്മളെ നാച്ചുറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അറ്റ് നോർമൽ എന്ന കണ്ടീഷനിൽ നമ്മൾ നാച്ചുറിലേക്ക് കൊണ്ടുപോകുന്ന രീതിയായിരിക്കണം. ഈ നാച്ചുറിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിന് ഡിസൈൻ ചെയ്യാൻ. പിന്നെ sustainable building material make it easier than ever before to construct a house that reduce its environmental impact. അപ്പോൾ സസ്റ്റൈനബിൾ ബിൽഡിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്തായിരിക്കണം, എൻവറോൺമെന്റ് ഇമ്പാക്ട് ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ ആയിരിക്കണം. An open design maximizes the use of natural lighting and reduce the need for electricity. Many sustainable houses optimize the use of solar energy and in the right climate and where the roof has open exposed to the sky. Solar panel can be installed to provide both hot water and electricity. So, ഇപ്പം നമ്മൾ സസ്റ്റൈനബിൾ ഹോമിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ബ്രീഫായിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആണ് നേരത്തെ പറഞ്ഞത്. അതായത് ഒരു ഓപ്പൺ ഡിസൈൻ ആണ് ഒരു ഓപ്പൺ ഡിസൈൻ ആണ് ഒരു ഹോമിന് കൊടുക്കുന്നതെങ്കിൽ നാച്ചുറൽ ലൈറ്റ്, അതായത് സൺലൈറ്റ് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. അതുവഴി ഈ ഇലക്ട്രിസിറ്റി നമുക്ക് ലാഭിക്കാൻ പറ്റുമൊക്കെ. അതുപോലെ തന്നെ സോളാർ എനർജി യൂസ് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോളാർ പാനൽ എന്ത് ചെയ്യാം, റൂഫിൽ ഘടിപ്പിക്കാം. അങ്ങനെ ആകുമ്പോൾ എന്താകും, ഈ സോളാർ പാനൽ യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താവും, അതും എന്താണ് നമ്മുടെ എനർജി ഡിമാൻഡ് കുറക്കാൻ പറ്റും. ഇനി കൺവെൻഷണൽ ഹൗസസ് ആർ ഓഫൺ ബിൽഡ് വിത്ത് എ material that contain a chemicals that off gas into the house, polluting indoor air and making people it ill. അപ്പോൾ കൺവെൻഷണൽ ഹൗസ് എന്തായിരിക്കണം, കെമിക്കൽ ഗ്യാസോ അല്ലെങ്കിൽ ഇൻഡോർ പൊല്യൂഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. Such a material might include adhesive, carpet, backing, paints, pressure wood products and floor ഫിനിഷിങ്. അപ്പോൾ അതിൽ അങ്ങനെയുള്ള കൺവെൻഷണൽ ഹൗസിൽ അഡ്ഹസീവ്, കാർപ്പറ്റ്, ബാഗ്സ്, പെയിന്റ്, ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഒരുപാട് കെമിക്കൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് പലർക്കും എന്തുണ്ടാവും, അലർജി ഉണ്ടാക്കാറുണ്ട്. Sustainable houses prioritize non-toxic materials such as water-based finishing paints free of volatile organic compounds,
that can be created symptoms ranging from the headache and nausea to അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കൺവെൻഷണൽ ഹോമിന്റെ യൂസ് ചെയ്തേക്കുന്ന കെമിക്കൽസ്, അലർജി രോഗങ്ങൾ അങ്ങനെ കുറെ ഉണ്ടാകുന്നുണ്ട്. അതിന് പകരം സസ്റ്റൈനബിൾ ഹോമിലേക്ക് വരുമ്പോൾ അവർ യൂസ് ചെയ്യുന്നത് നോൺ ടോക്സിക് മെറ്റീരിയൽ ആണ്. അപ്പൊ നോൺ ടോക്സിക് മെറ്റീരിയൽ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാവില്ല. അപ്പൊ അത്തരം കോമ്പൗണ്ട്സ് എന്തുണ്ടാക്കുന്നുണ്ട്? തലവേദന, ആസ്മ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ പറ്റും. Sustainable house design take care to landscape with a native plants and install watering system for the gardens and ground that will use water efficiently. It may help protect to local wildlife by leaving part of the landscape nature to provide a habitat and food for birds, bees and butterflies. അപ്പൊ ഇത്തരം ഹൗസ് ഡിസൈന്, സസ്റ്റൈനബിൾ ഹൗസ് ഡിസൈൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതില് വാട്ടർ സിസ്റ്റം അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാട്ടർ ഏറ്റവും എഫിഷ്യന്റ് ആയി അവിടെയുള്ള ഗാർഡനിലും കൃഷിക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ അടുത്തുള്ള ലാൻഡ്സ്കേപ്പിലുള്ള ജീവജാലങ്ങൾക്ക് ഒന്നും ഒരു നെഗറ്റീവായ പ്രവൃത്തിയും ഉണ്ടാവില്ല. പിന്നെ സസ്റ്റൈനബിൾ ലാൻഡ്സ്കേപ്പ് വിൽ അവോയ്ഡ് യൂസ് ഓഫ് ടോക്സിക് പെസ്റ്റിസൈഡ്സ്, ഹെർബിസൈഡ്സ് ആൻഡ് ഇൻസെക്ടിസൈഡ് ഇൻ ഫേവർ ഓഫ് ഓർഗാനിക് പെസ്റ്റ് ആൻഡ് വീഡ് കൺട്രോൾ. അപ്പോൾ ഒരു സസ്റ്റൈനബിൾ ലാൻഡ്സ്കേപ്പിൽ നമ്മൾ ഒരിക്കലും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്യാൻ പാടില്ല. അത് പെസ്റ്റിസൈഡ്സ് ആയിക്കോട്ടെ, ഹെർബിസൈഡ്സ് ആയിക്കോട്ടെ, ഇൻസെക്ടിസൈഡ് ആയിക്കോട്ടെ, ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പകരം നമ്മൾ ഓർഗാനിക് ഫാമിങ്ങിലേക്ക് തിരിയുക. അവിടെ നമ്മൾ പണ്ട് യൂസ് ചെയ്ത കൃഷി രീതിയിലേക്ക് മാറുക. അപ്പോൾ തന്നെ നമ്മുടെ എൻവറോൺമെന്റിന് പകുതി പ്രശ്നങ്ങൾ തീരും. ഓക്കെ, കമ്പോസ്റ്റിംഗ് കിച്ചൺ വേസ്റ്റ് ആൻഡ് അഡ്രസ് ദിസ് വിൽ ക്രിയേറ്റ് എ ഓർഗാനിക് മാറ്റർ ദാറ്റ് വിൽ എൻറിച്ച് ദി സോയിൽ. അപ്പം നമുക്കറിയാം കമ്പോസ്റ്റ് നിർമ്മിക്കാൻ, നമ്മൾ കമ്പോസ്റ്റ് നിർമ്മിക്കാറുണ്ട്. ഈ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാൻ, ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചാൽ അതിൽ നിന്നുള്ള വേസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് നമുക്ക് ഗ്യാസ് കിട്ടും, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം, പിന്നെ ലാസ്റ്റ് കിട്ടുന്ന വേസ്റ്റ് ഒക്കെ കൃഷിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റ് ബയോഗ്യാസ് പ്ലാന്റിലേക്ക് ഒക്കെ ബയോഗ്യാസ് പ്ലാന്റിലേക്കുള്ള നമുക്ക് ശ്രദ്ധ വയ്ക്കാം. ഇതൊക്കെയാണ് ഒരു സസ്റ്റൈനബിൾ ഹോമിന്റെ ആവശ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിഗറിൽ ഒരു സസ്റ്റൈനബിൾ ഹോമിന്റെ പിക്ചർ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കംപ്ലീറ്റ് ആയിട്ട് പച്ചപ്പാണ്. പിന്നെ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ പലതരത്തിലുള്ള സസ്റ്റൈനബിൾ ഹോം കാണാം. ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തായിരിക്കും? എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും. A sustainable house is healthier for people who live in and better for the environment because it has a low or no impact on the natural resource and nature. അപ്പം ഒരു സസ്റ്റൈനബിൾ ഹോം നിൽക്കുക എന്ന് പറഞ്ഞത് അവിടെ നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ എൻവറോൺമെന്റിന് ഏറ്റവും നല്ലതാണ്. കാര്യം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കില്ല. നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര സേഫ് ആയിരിക്കും. കാരണം എന്താണ്? ഒരു കെമിക്കലും യൂസ് ചെയ്യുന്നില്ല. മെറ്റീരിയൽ ഒക്കെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്. Abundance of a sustainable building material make it easier than ever before to design and building sustainable house that is a pleasant and comfortable to living in, eco-friendly to build. അപ്പം ഒരു സസ്റ്റൈനബിൾ ബിൽഡിംഗ് മെറ്റീരിയൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം ബിൽഡിംഗ് പെട്ടെന്ന് നിർമ്മിക്കാൻ പറ്റും. എക്കോ ഫ്രണ്ട്ലിയും ആണ്. അത് നമുക്ക് അത്തരം ബിൽഡിംഗ് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പ്ലസന്റ് ആയിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പണ്ടത്തെ
നാലുകെട്ട് തറവാട് എന്നൊക്കെ. അപ്പൊ അതിനെന്തുണ്ടാവും, നടുമുറ്റുണ്ടാവും. ഏറ്റവും കൂടുതൽ ലൈറ്റ്, കാറ്റ്, വെളിച്ചം എല്ലാം കിട്ടുന്ന ഒരു ഏരിയ ആണിത്. അപ്പം ആ ഒരു സ്റ്റേറ്റ് എന്നുള്ളത് ഭയങ്കര പ്ലസന്റ് ആയിരിക്കും. മൂടിക്കെട്ട് നിൽക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് അങ്ങനെ നാച്ചുറായിട്ട് അടുത്ത് നിൽക്കുന്നതല്ല. ഒരു ഫാക്ടർ. ഇൻ ദ ഫാക്ടേഴ്സ് സച്ച് എനർജി കൺസപ്ഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ, വാട്ടർ materials, surface water and of a waste pollution, health management and ecology should be given in the highest priority, and their harmonious integrated with a nature is a very much essential for developing a sustainable habit. അപ്പൊ എനർജി കൺസംഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ, അവിടെ യൂസ് ചെയ്യുന്ന വാട്ടർ, മെറ്റീരിയൽസ്, ഹെൽത്ത് മാനേജ്മെന്റ്, പിന്നെ എൻവറോൺമെന്റ് എല്ലാം എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് എല്ലാ ഫാക്ടേഴ്സും നാച്ചുറായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നതാണ് സസ്റ്റൈനബിൾ ഹാബിറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. അപ്പോൾ ഒന്നും കണക്ട് ആവാതെ പോകരുത്. അത് ഹ്യൂമൻ നീഡ് ആണെങ്കിലും എൻവറോൺമെന്റിന്റെ കേസിലായ എൻവറോൺമെന്റിന്റെ കേസിലായാലും ശരി, എല്ലാം കണക്റ്റഡ് ആയിരിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റാൻ പറ്റണം. അതേസമയം എൻവറോൺമെന്റിന് നെഗറ്റീവായി എഫക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കണം. അതാണ് സസ്റ്റൈനബിൾ ഹാബിറ്റിന്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഒരു ഓവർവ്യൂ ആണ്. അഫോർഡബിൾ ആൻഡ് സസ്റ്റൈനബിലിറ്റി ഹാബിറ്റ്. അപ്പോൾ അത് പറയുന്നത് എന്താന്ന് നോക്കാം. സോ നമ്മുടെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആൻഡ് സസ്റ്റൈനബിൾ ഹാബിറ്റ് ആണ്. അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഹ്യൂമനൈസിങ് ആണ്. അതിൽ വരുന്നതാണ് ഇൻകം ജനറേഷൻ, സ്പേസ് ആൻഡ് സർവീസ് ഷെയറിംഗ്, സ്പേസ് യൂട്ടിലൈസേഷൻ, കോമൺ സർവീസ്, സോഷ്യൽ ഇന്ററാക്ഷൻ. അപ്പൊ അങ്ങനെ ഒരു സസ്റ്റൈനബിൾ ഹാബിറ്റ് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഹ്യൂമൻ ഒരു ഇൻഡിവിജ്വലിന് വേണ്ട കാര്യങ്ങളൊക്കെ നടന്നിരിക്കണം. അത് ഇൻകം ജനറേഷൻ, സ്പേസ് ഷെയറിംഗ്, സ്പേസ് യൂട്ടിലൈസേഷൻ, കോമൺ സർവീസ്, സോഷ്യൽ ഇന്ററാക്ഷൻ, എല്ലാ സാമൂഹികപരമായ കാര്യങ്ങളും ഈ ഒരു റീജിയന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ടെക്നോളജിയാണ്. കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ വരുന്നത് നോക്കിയാട്ടെ, മാസ് പ്രൊഡക്ഷൻ, ക്യാപ്സുലൈസ്ഡ് ആക്ടിവിറ്റി, ഡു ഇറ്റ് യൂസ്ഫുൾ, ഇൻക്രിമെന്റൽ കൺസ്ട്രക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കൺസ്ട്രക്ഷൻ ടെക്നോളജീസിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആണ്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിന്റെ അകത്ത് വരുന്നത് ബാംബു, സ്റ്റെയിൻലെസ് സ്റ്റീൽസ്, ഫെറോ, കോൺക്രീറ്റ്, അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ വരുന്നത് എനർജി, വേസ്റ്റ്, വാട്ടർ മാനേജ്മെന്റ്. അതിനകത്ത് വരുന്നതാണ് യൂട്ടിലൈസേഷൻ, ആൾട്ടർനേറ്റീവ്, മിനിമൈസേഷൻ. പിന്നെ വരുന്നത് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആണ്. കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. പിന്നെ വരുന്നത് ഗ്രീൻസ് ആണ്. അതിൻ്റെ അകത്ത് ടെക്നിക്സ്, വെർട്ടിക്കൽസ്, ക്ലീൻ, ഫ്ലൈ ആഷ്, ഡ്രൈ കൺസ്ട്രക്ഷൻസ്. പിന്നെ വരുന്നത് അതിൻ്റെ അകത്ത് വേറെ വരുന്നത് മെറ്റീരിയൽസ്, ബാംബു, സ്റ്റെയിൻലെസ് സ്റ്റീൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്തതാണ് ബിസിനസ് മോഡൽ, കാർബൺ ട്രേഡിംഗ്. ബിസിനസ്സിലോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു കാർബൺ ട്രേഡിംഗ്, മൈക്രോ ഫിനാൻസ്, ഷെയറിംഗ്, വെൽഫെയർ, ഇൻക്രിമെന്റൽ ഓണർഷിപ്പ്. അപ്പം ഇതാണ് അഫോർഡബിൾ ആൻഡ് സസ്റ്റൈനബിൾ ഹാബിറ്റ് എന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ടൈം ആകാറായി.